ബൈക്ക് ഓടിക്കുമ്പോ സൂക്ഷിച്ച് ഓടിക്കണ്ടേ? സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ. കാലൊടിഞ്ഞത് നന്നായി. അല്ല, കാലിന്റെ ഓടിഞ്ഞുള്ളൂ. അതാ നന്നായി. ഫ്രാക്ചർ ഉണ്ടല്ലേ? കൂടാറില്ലേ? അപ്പൂപ്പനുണ്ട്, താഴെ പോയിരിക്കാം. ഇത് പിന്നെ ഇത് അല്ല, ഒന്നുമില്ല. ഇതിലെ 101 എഴുതിരികളാ. പ്രിൻസിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോ ആപത്തൊന്നും വരാതിരിക്കാൻ ഞാൻ ചെട്ടിക്കാട് പള്ളിയിലേക്ക് നേർച്ച നടന്നതാ. അസുഖം ഭേദമായി കഴിയുമ്പോ പള്ളി പോണം. പുണ്യാളച്ചന്റെ മുമ്പില് ഈ മെഴുതിരിയിൽ കത്തിച്ചു വെക്കണം. താങ്ക് യു. പള്ളിച്ചേട്ടാ, ഇവള് വീണെന്നാണ് തോന്നുന്നത്. ചേട്ടനെന്താ ഇവിടെ? ഒന്നുമില്ല, ഇവിടെ എന്റെ ഒരു ഫ്രണ്ടല്ല, ഫ്രണ്ടിന്റെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വന്ന. ഇന്നലെ മുതൽ മൂത്രത്തിന് ഭയങ്കര മഞ്ഞ നിറം. നീ എന്താ ഇവിടെ? ഞാനും മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വന്നതാ. ഇന്നലെ രാത്രി മുതൽ എന്റെ മൂത്രത്തിന് റെഡ് കളർ. അതിനെന്തിനാ ഓറഞ്ച് മുന്തിരിയൊക്കെ? മുന്തിരി മാർക്കറ്റിൽ ഇപ്പൊ ഇതൊക്കെ വളരെ ചീത്തല്ലേ? അപ്പൊ ചേട്ടൻ എടുത്തല്ലേ? ഞാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്യാം. നീ ഏതായാലും മൂത്രം ടെസ്റ്റ് ചെയ്യാനുള്ളതല്ലേ? ഞാൻ കൊണ്ടുപോയിക്കോളാം. അത് ചേട്ടൻ ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടില്ല. നീ ചെല്ലില്ല. സുധീന്ദ്രനെ ഒന്ന് കാണാൻ വന്ന 2-3 ദിവസമായിട്ട് വയറിന് നല്ല സുഖമില്ല. പിന്നെ ഡോക്ടർ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ദഹനക്കേടാണെന്ന് പറഞ്ഞാൽ നിക്സണും ജോൺസണും ഫീൽ ചെയ്യുന്നുള്ളത് ഞാൻ ഒളിച്ച് ഇവിടെ തന്നെ അങ്ങ് മാറി. മതി, നിനക്ക് ഭയങ്കര ദഹനക്കേടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മിസ്റ്റർ, ഇതൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള സ്ഥലമല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് രോഗികളെ ശുശ്രൂഷിക്കാനാണ്, അല്ലാതെ പ്രേമിക്കാനല്ല. അയ്യോ സിസ്റ്റർ, യു ആർ തറലി മിസ്റ്റേക്കൻ. ഞാൻ ഡോക്ടർ സുധീന്ദ്രന്റെ എവരുടെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ ഫ്ലവേഴ്സ് കൊടുക്കാറുണ്ട്. അതിൽ ഐ ലവ് യു എന്ന് എഴുതി കൊടുക്കും. അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല. ഇത് എന്റെ ബ്രദേഴ്സാണ്, നിക്സൺ ജോൺസൺ. ഇവരുടെ വളരെ ക്ലോസ്. ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കേണ്ട. വരൂ ബ്രദേഴ്സ്, വീട്ടിൽ ചെന്ന് എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. മെന്റൽ കേസാണ്. വണ്ടി വിടാ. കഥയാണ് അതിന്റെ പറ്റി. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന്. വണ്ടി തൊട്ടെടുക്കും. നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവർ ഇത്തരം വിഡ്ഢിത്തരം കാട്ടിയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം, റിയലി ഷെയിംഫുൾ ഐ സേ. മോൾ എന്ത് ആവശ്യത്തിനായി താഴേക്ക് പോയത്? ചോദിച്ചത് കേട്ടില്ലേ? അടുത്ത വീട്ടിൽ അമ്മച്ചി പാടാറുള്ള ആ പാട്ടില്ലേ, അത് ഞാൻ ഇവിടെ കേട്ടു. അമ്മച്ചി തന്നെയാണെന്ന് നോക്കാൻ പോയതാ. ആ പാട്ട് അതെങ്ങനെയാ ഇവിടെ കേൾക്കുന്നത്? കുട്ടിയെ നോക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ മുഴുവൻ കറങ്ങി നടന്നാലേ ഇതും സംഭവിക്കും, ഇതിന്റെ അപ്പുറം സംഭവിക്കും. നോക്കിയിരിക്കാൻ എന്താ? കൊച്ചു കുഞ്ഞാണോ? എന്നാ നീ എടുത്ത് മടിയിൽ വെച്ചോ. മോക്ക് ചായ വേണമായിരിക്കും. അപ്പൂപ്പൻ പോയി വാങ്ങിക്കൊണ്ട് വരാം. നിക്കവിടെ, ഞാനും വരാം. എനിക്ക് കുടിക്കലൊരു ചായ. സുഖവിവരങ്ങൾ ദിവസവും അറിയുന്നുണ്ട്. കൂടെ നിന്ന് പരിചരിക്കാനുള്ള അതിയായ ആഗ്രഹത്തെ ഞാൻ സ്വയം കടിഞ്ഞാണിടുന്നു.
എത്രയും വേഗം സുഖം പ്രാപിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാമുകനാവാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. ഒരു ഗൗരവക്കാരൻ റൗഡിയെ പോലെ ഇരിക്കുന്നു. നോ, അജ്ഞാതന്റെ ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. തന്റെ നോട്ടം തന്നെ ശരിയില്ല. ഒരു സ്നേഹമില്ലാത്ത മനുഷ്യൻ തന്നോടൊപ്പം എങ്ങനെ ജീവിക്കാനാ? ഭാര്യ അടിമയായിട്ടേ താൻ കാണും. ഛേ, കണ്ടിട്ടൊരു ജീനിയസിനെ പോലെ ഉണ്ട്. താടിയും വേഷമൊക്കെ ഒരു കലാകാരന്റേതാ. മുഖം പറയുന്നുണ്ട് ഒരു നിഷ്കളങ്കനാണെന്ന്. സുന്ദരനല്ലെങ്കിലും എനിക്കിഷ്ടായി. നിങ്ങൾ എന്നെ അജ്ഞാത കാമുകനാക്കി ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. നാളെ ഒരു ബന്ധുവിന്റെ കല്യാണമല്ലേ, ഞാനും അവിടെ ഉണ്ടാവും. വരൂ, ഇരിക്കൂ. അല്പം മുൻപ് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഉദ്ദേശം അരമണിക്കൂർ മുമ്പ് ഒരു മൃഗഡോക്ടർ വന്നിരുന്നു. അയാൾ ക്രിസ്ത്യാനിയാണോ? എന്താ, ആ മൃഗത്തെ ഇഷ്ടമായോ? അയാളൊരു പട്ടരാണ്. പ്യൂൺ മുതൽ കളക്ടർ വരെയുള്ള ഒന്നാം തരം സുന്ദരം ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടല്ലോ. അകത്തേക്ക് വരൂ, എല്ലാം കാണിച്ചു തരാം. ഭഗവാനെ, ഏതെങ്കിലും നടക്കണേ. അല്ല, വീട്ടിൽ രക്ഷകർത്താക്കൾ ആരുമില്ലേ? സാധാരണ അവരാണ് ഇവിടെ വരാറ് പതിവ്. സോറി. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഇന്നത്തെ പരിഷ്കൃത ലോകത്തിലെ രക്ഷകർത്താക്കളൊന്നും ഒരു പ്രശ്നമല്ല. രക്ഷിതാക്കളെ നിരുത്സാഹരായ ചിലപ്പോ പെൺകുട്ടികളെ തന്നെ ഇറങ്ങേണ്ടി വരും. അതിലൊരു തെറ്റുമില്ല. അതും പോയി. ഞാനിതാ ഈ മാരേജിനൊന്നും വരാത്തത്
എനിക്ക് ഈ ഗേൾസിനെ കാണുന്ന പോലും ഇഷ്ടമല്ല. സത്യനായക മുക്തിദായക. കറ. മഞ്ഞയും മഞ്ഞയും എന്നത്തെക്കാളും നീ ഇന്ന് സുന്ദരിയായിരുന്നു. പക്ഷെ ആ കൂളിംഗ് ഗ്ലാസ് അത് വേണ്ട.